എൻ്റെ കൊച്ചത്തെ സമയത്തൊക്കെ ഈ പപ്പ ഇഷ്ടംമാതിരി കഥ പറയും. പപ്പ എന്ന് അമ്മയുടെ അച്ഛനാണ്. പണ്ടുണ്ടായ കാര്യങ്ങൾ, പുള്ളി കേസിലെ ചെക്കനാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ജോലിക്ക് പോയാൽ 2 ദിവസം തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് എവിടെ പോയാലും ഭക്ഷണം ഫ്രീ ആണ്, പിന്നെ ടിക്കറ്റിന് പൈസ വേണ്ട, എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം KSRTC. അപ്പോൾ ഒരിക്കൽ വിളിക്കാൻ ആഗ്രഹം തൃശ്ശൂർ, ഗുരുവായൂർ ആനോട് മത്സരം കാണാൻ ആഗ്രഹം. അങ്ങനെ എപ്പോഴും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ലല്ലോ. വിളിക്കാൻ ഗുരുവായൂർ പോയി. മത്സരം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഗുരുവായൂരത്തെ എല്ലാ ആനകളും ഉണ്ട്, വേറെ പുറത്ത് ആനകളൊക്കെ ഉണ്ട്. പുള്ളിക്കാൻ ഈ മത്സരം കാണാൻ വേണ്ടി സൈഡിൽ നിൽക്കുകയാണ്, അരികെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരാളത് ചൂടായി, എടോ മാറിയിക്കടന്ന് ചൂടാണ്. അപ്പോൾ കാട്ടുന്ന അപ്പുറത്ത് കിടന്ന് ചൂടാണെന്ന് ഓർത്ത്. പിന്നെ എടോ മാറിയിക്കടോ പിന്നെ മഞ്ഞ്. അപ്പോൾ അപ്പോഴത്തെ ഒരു പ്രശ്നം വേണ്ട, നമ്മളൊരു വേറെ സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഓർത്ത് പുള്ളി ഒന്നും മിണ്ടാതെ മാറിയൊന്നു. ആ പാട്ടിൽ വേറെ പുള്ളിക്കാരൻ വന്ന് നിന്നു. അപ്പോൾ മത്സരം സ്റ്റാർട്ട് ചെയ്ത് വാശിയുടെ മത്സരം ആനകളെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആനകളെയൊക്കെ വെറിയേറ്റാൻ വേണ്ടി പപ്പമാരെ ബുദ്ധിയിലേക്ക് ചെയ്യുമല്ലോ. ഒരു ആന ഓടി വന്നേച്ചും ഈ പപ്പ എന്ന പഴയപാട്ട ആളെ കുത്തി മലർത്തി. അപ്പോൾ അപ്പം മനസ്സുകൊണ്ട് ഓർത്ത്, ഞാൻ നിന്ന് സ്ഥലമായിരുന്നല്ല എന്ന് ഓർത്ത്, ഞാൻ നിന്നിരുന്ന് സംഭവിച്ചേനെ. ഇപ്പം അയാൾ മാറാൻ പറഞ്ഞപ്പോൾ ഞാൻ മാറാൻ പറ്റിയതെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കി നിന്നിരുന്ന് സംഭവിച്ചെന്താണ്, ആന ഒന്ന് കുത്തി വളർത്തിയാണ്. അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് പപ്പ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായി. എല്ലാം ഭഗവാൻ കാത്താണെന്ന് മനസ്സിലായി. മനസ്സുകൊണ്ട് അയാളുടെ നന്ദി പറഞ്ഞു ആ ഇടയ്ക്കിടെ ആളോട്.